മോദിയെയും പിണറായി സർക്കാരിനെയും പ്രശംസിച്ചുള്ള ലേഖന വിവാദത്തിന് പിന്നാലെ ഡൽഹിയിൽ നിർണായക ചർച്ചകളാണ് നടന്നത്. ശശി തരൂരിനെ വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയുടെ വസതിയിൽ 45 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തും. രാഹുൽ ഗാന്ധിക്കൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ, കെ.സി. വേണുഗോപാൽ എന്നിവരുമായും തരൂർ കൂടിക്കാഴ്ച നടത്തി. രണ്ടുപേർ തമ്മിൽ നടന്ന ചർച്ചയായതിനാൽ കൂടുതലൊന്നും പറയാനില്ലെന്ന് ശശി തരൂർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എല്ലാം കൂളാണെന്നും കോൺഗ്രസിന്റെ നിലപാടിനൊപ്പമേ തരൂർ നിൽക്കുകയുള്ളൂ എന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് ഇല്ല, രാഹുൽ ഗാന്ധിയായിട്ട് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് രാഹുൽ ചർച്ച നടന്നിട്ടുണ്ടോ? അല്ല, എന്താണ് ചർച്ച നടന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം നിലപാട് തിരുത്താൻ തയ്യാറാവോ? അദ്ദേഹം കോൺഗ്രസിന്റെ നിലപാടിനൊപ്പമായിരിക്കും അദ്ദേഹം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെയും UDF-ന്റെയും നിലപാടിനൊപ്പമായിരിക്കും അദ്ദേഹം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ കൂടിക്കാഴ്ചയുടെ തുടർച്ചയാണോ അവിടെ ഉണ്ടായത്? അല്ല, ഇതുവരെ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നേ, പ്രശ്നങ്ങളൊന്നുമില്ല. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളെല്ലാം കൂളാണ് എന്ന് കെ.സി. വേണുഗോപാൽ പറയുന്നുണ്ട്. അങ്ങനെ കൂളാണ് എന്ന് നമ്മൾക്ക് ഒരു ബോധ്യം വരണമെന്നുണ്ടെങ്കിൽ ശശി തരൂരിന്റെ നിലപാട് എന്താണ് എന്നറിയണം. ആ ചർച്ചയിൽ മുന്നിലേക്ക് വെച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. ശശി തരൂർ എന്താണ് പറയുന്നത്? കെ.സി. പറഞ്ഞതുപോലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചോ? കാര്യങ്ങളൊക്കെ കൂളാണോ? ശശി തരൂരിനോടിന്റെ പ്രതികരണം നേരിട്ടെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നില്ല. എന്നാൽ മാതൃഭൂമി ന്യൂസിന്റെ ചോദ്യത്തിന് വാട്സാപ്പിലൂടെ അദ്ദേഹം ഒരു മറുപടി നൽകി. അതായത് കുറെ കാലമായിട്ടുള്ള തന്റെ ആവശ്യം, അഭ്യർത്ഥന പരിഗണിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചത്. 2 പേർ മാത്രമുണ്ടായിരുന്ന ചർച്ചയായതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല. മാത്രവുമല്ല, വിവിധ വിഷയങ്ങൾ ചർച്ചയായി എന്നും ശശി തരൂർ പറഞ്ഞു. അതായത് പാർട്ടിയിലെ കുറേയേറെ വിഷയങ്ങൾ, അതേപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട കുറേയേറെ വിഷയങ്ങളെല്ലാം തരൂരിന് രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. അതിന് നേരത്തെ തന്നെ അവസരവും ചോദിച്ചതായിരുന്നു, പക്ഷേ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴത് ലഭിച്ചു എന്ന് തരൂർ പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ മാനം ഈ കൂടിക്കാഴ്ചക്കുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാരിനെ, അതായത് എതിരാളികളെ തന്നെ പുകഴ്ത്തുന്ന നിലയിൽ തരൂരിന്റെ ഭാഗത്തു നിന്ന പ്രസ്താവന അത് അടുത്ത മാസങ്ങളിൽ വലിയ തിരിച്ചടി അയക്കുമെന്ന വിലയിരുത്തൽ കോൺഗ്രസിലുണ്ട്. പ്രത്യേകിച്ച് ഇനി തിരഞ്ഞെടുപ്പിന് ഒരു വർഷക്കാലം മാത്രമേ കേരളത്തിൽ ബാക്കിയുള്ളൂ. ആ ഘട്ടത്തിലാണ് ഇനിയും തുടർച്ചയായി ഇത്തരം പ്രസ്താവനകൾ, നീക്കങ്ങൾ തരൂരിന്റെ ഭാഗത്തു നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ എന്ന നിലയിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഡൽഹിക്ക് വിളിപ്പിച്ചത്. നേരിട്ട് കാണാനുള്ള ഒരു വിളി തരൂരിന് ലഭിച്ചത്. എന്തായാലും 40 മിനിറ്റോളം നീണ്ടു നിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂരും രാഹുലും ഒരുമിച്ചാണ് ഖാർഗെയുടെ വീട്ടിലേക്ക് പോയത്. അവിടെ ഒരു 10 മിനിറ്റ് നേരം രാഹുലിനൊപ്പവും ഖാർഗെക്കൊപ്പവും തരൂർ ഉണ്ടായിരുന്നു. അതിനുശേഷം തരൂർ തിരികെ വീട്ടിലേക്ക് പോയി. അതിനുശേഷവും മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, കെ.സി. വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി എന്നിവർ ഖാർഗെയുടെ വീട്ടിൽ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ച ഈ വിഷയത്തിലല്ല എന്ന് കെ.സി. വേണുഗോപാൽ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പറയുകയും ചെയ്തു. അനൂപ്, ശരിക്കും ഈ ദേശീയ തലത്തിലായാൽ പോലും ഈ തരൂരിന്റെ ഒരു പ്രസ്താവന അത് വലിയ രീതിയിൽ വിവാദമായി നിൽക്കല്ലേ? കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ നേതാക്കളെല്ലാം എന്താണ് പറഞ്ഞത് എന്ന് കേട്ടു. മൈക്ക് വെക്കുമ്പോൾ പോലും തരൂരിനെ വിമർശിക്കുന്ന ഭാഗത്തിലാണ് ഇവിടുത്തെ ഓരോ നേതാക്കളും വന്നത്. ദേശീയ തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ BJPക്ക് ഒരു ആയുധം എന്ന നിലയിൽ പോലും ആ ലേഖനത്തിൽ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ രണ്ടാമത് നടന്ന ചർച്ച അതിൽ പല വിഷയങ്ങളും മുന്നിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈ തരൂരിന്റെ വിഷയം അത് പ്രധാനമായിട്ടും സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ മുതിർന്ന നേതാക്കൾ 4 പേരും കൂടി ചേർന്ന് മറ്റു വിഷയങ്ങളാണ് സംസാരിച്ചത് എന്ന് കെ.സി. പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഈ വിഷയം പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് കാണില്ലേ? രണ്ടാമത്തെ ചർച്ചയും വളരെ പ്രധാനമായിരുന്നില്ലേ? എന്തായാലും തരൂർ വിഷയം ചർച്ചയായിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ തരൂരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നടപടിയിലേക്ക് AICC ദേശീയ നേതൃത്വം ഇപ്പോൾ പോകില്ല എന്ന സൂചനയാണ് കെ.സി. വേണുഗോപാലിന്റെ മറുപടിയിൽ നിന്ന്, ഈ ചർച്ചയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴുള്ള മറുപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. എല്ലാം കൂളാണ്, തരൂർ പാർട്ടി ലൈനിൽ മാത്രമേ നിൽക്കുകയുള്ളൂ, ഒരു പ്രശ്നവുമില്ല എന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. തരൂരിനെതിരെ ഏതെങ്കിലും നിലയിലുള്ള ഒരു നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, പ്രശ്നമുണ്ടാക്കും എന്ന ഒരു ധാരണ കോൺഗ്രസിനുണ്ട്, ദേശീയ നേതൃത്വത്തിനുമുണ്ട്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ, സംസ്ഥാനത്തുള്ള നേതാക്കന്മാരെ എല്ലാം തൃപ്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ പോകുന്ന സമയത്ത് പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു MP, പ്രവർത്തക സമിതി അംഗം പറയുന്നു അപ്പുറത്തുള്ള അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാർ കൊള്ളാം, അവർ കുറെ സംരംഭങ്ങളൊക്കെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ രാഷ്ട്രീയ ആയുധമാണ് പിണറായി സർക്കാരിനും CPM-നും നൽകുന്നത്. അത്തരം ആയുധങ്ങൾ ഇനി കൊടുക്കാതിരിക്കാനുള്ള
മുൻകരുതലാണ് ഈ ചർച്ച കൂടിക്കാഴ്ച. വർഷങ്ങൾക്ക് ശേഷം 2.5 വർഷത്തിന് ശേഷം രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അവസരം, സംസാരിക്കുക എന്ന് പറയുന്നത് ഇവർ രണ്ടുപേർക്കും ഇടയിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറെ നേരം ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള അവസരം തരൂരിന് നൽകിയതിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു.